അഖിൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് പറഞ്ഞ് ഭയങ്കര അടുപ്പം എന്നുള്ള രീതിയിൽ പറഞ്ഞ് എന്നാൽ പറയേണ്ടത് പറഞ്ഞു എന്നുള്ള രീതിയിലാണ്. അങ്ങനെയാണോ അതോ യഥാർത്ഥത്തിൽ അഖിൽ ഇത് തന്നെയാണോ? അല്ല, ഞാനിപ്പോ എന്താന്ന് പറയട്ടെ, ഒന്ന് ഈ എന്റെ ഇപ്പം എനിക്ക് തോന്നുന്നു സുകുമാരി ചേച്ചി ഇടാന്ന് തോന്നുന്നു ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെയാണോന്ന് പറഞ്ഞിട്ട്. നമുക്ക് പുള്ളിക്കാരി പറഞ്ഞത് തന്നെയാ, നമുക്ക് ഒരാള് എത്ര നേരം അഭിനയിക്കാൻ പറ്റുന്നേ. അത് നമുക്ക് അങ്ങനെ, ഞാനിങ്ങനെ തന്നെ സംസാരിക്കുന്നത് എല്ലാവർക്കും അറിയാം. എന്നെ പരിചയപ്പെട്ടിട്ടുള്ള, എന്നെ അടുത്ത് പരിചയമുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ഒരിക്കലും ഒരു മനുഷ്യനെ ഹേർട്ട് ചെയ്യാനൊന്നും പോകത്തില്ല. പറയാതെ പറഞ്ഞു എന്ന് പറയുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ. മാഡം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാഡത്തിന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു KLF വെച്ചിട്ട്. നന്നായിട്ട് കൈ നിന്ന് സംസാരിച്ച ഒരു വ്യക്തിയാണ്. നല്ലൊരു അടുപ്പമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. നല്ലൊരു രസമായിരുന്നു. അതായത് പുള്ളിക്കാരി അവിടുന്ന് ഇങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നു വരികയാണ്. ഞാനിപ്പോ എന്റെ സെഷന് കയറാനായിട്ട് നടന്നു പോവാണ്. അപ്പൊ ഓടി വന്നിട്ട് എടാ അഖിലേ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമാണ് പറഞ്ഞത്. ഇങ്ങനെ പറഞ്ഞിട്ട് കൈയൊക്കെ തന്നിട്ട് അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അപ്പൊ അങ്ങനെ പെട്ടെന്നുള്ള ആൾക്കാരുടെ മാറ്റം അല്ലേ? എനിക്ക് മാഡത്തിന്റെ അങ്ങനെ ഒന്നുമല്ല എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് മാറ്റം ഫീൽ ചെയ്തത് ചില കൂട്ടുകാരുണ്ടായിരുന്നു. ഇപ്പൊ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ നമ്മൾ കൂട്ടുകാരാണെന്ന് തെറ്റിദ്ധരിച്ച ആൾക്കാര്. ഇവര് റാം കെയർ ഓഫ് ആനന്ദി ഇറങ്ങിയ സമയത്തൊക്കെ ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ഇവൻ ഈ കഴിഞ്ഞ വായനാ ദിനത്തിൽ പോലും അവര് എന്തെങ്കിലുമൊക്കെ എന്നെ മെൻഷൻ ചെയ്തൊക്കെ പോസ്റ്റ് ഇട്ടവരാണ്. ഈ ബുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ആൾക്കാരാണ്. ഇപ്പൊ എന്റെ കൂട്ടുകാരിൽ തന്നെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്. റാം കെയർ ഓഫ് ആനന്ദി ആണെങ്കിലും ബാക്കി ബുക്കുകൾ ഇഷ്ടപ്പെടാത്ത മനുഷ്യരൊക്കെ ഉണ്ട്. അപ്പൊ ഇവര് ഈ ബുക്ക് ഭയങ്കരമായിട്ട് ഹിറ്റായി നമ്മളൊരു റീച്ചിലേക്ക് പോകുന്നു എന്ന് കണ്ടപ്പോ മറ്റേ ഈ പറയുന്ന നെഗറ്റീവ് പോസ്റ്റുകളിലൊക്കെ പോയിട്ട് എനിക്ക് ഇഷ്ടമില്ലാത്തൊരു ബുക്കാണിത്, ഇതിന് അങ്ങനെ ഒരു നിലവാരമില്ല. അപ്പൊ ഞാനിത് അയ്യോ യാദൃശ്ചികമായിട്ടായിരിക്കും ഇത് കാണുന്നത്. അയ്യോ ഇവരെന്താ ഇങ്ങനെ പറഞ്ഞു, ഇത്രയും നാളും ഇവർ ഈ ബുക്ക് ചർച്ചയിലും ഇതിലൊക്കെ പങ്കെടുത്ത ആൾക്കാരാണല്ലോ. പെട്ടെന്ന് ഒരു 5-6 മാസം കൊണ്ട് ഇവർക്ക് എന്ത് പറ്റി? ഇനി ഇവര് 5-6 മാസം കൊണ്ട് ഇവരുടെ വായന വളർന്നു. അങ്ങനെ ഞാൻ സമാധാനിച്ച് അങ്ങനെ ചിലപ്പോൾ വായന കുറച്ചുകൂടെ വളർന്നിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. പക്ഷേ ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയ വേറൊരു കാര്യം, ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റിനുമുണ്ട്. അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു വിഭാഗം ആൾക്കാരാണ്, അവർ എത്ര വേണേലും നമ്മളെ സപ്പോർട്ട് ചെയ്യും. പക്ഷെ ഒരു ലിമിറ്റിന് അപ്പുറം നമ്മൾ പോകുന്നു എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അവരതിനെ എങ്ങനെയെങ്കിലും അത് നിർത്താൻ നോക്കും അവര്. ഇപ്പം സാഹിത്യ അക്കാദമി അവാർഡ് കൂടെ കിട്ടിയപ്പോ എനിക്ക് തോന്നുന്നു എന്റെ കൂട്ടുകാരിൽ നിന്നിട്ട്, വായനക്കാരല്ല, കുറെ കൂട്ടുകാരിൽ നിന്നിട്ട് കുറെ പേര് സോർട്ടായി. അതായത് ഈ സാഹിത്യ രംഗത്തുള്ള സുഹൃത്തുക്കളായിരുന്നു. അതെ അതെ, അവര് ഇതായി. എനിക്കൊരു കുഴപ്പമില്ല അവര് പോകുന്നതിൽ. എനിക്ക് ഇത്രയും നാള് ഇവർ ഇത്രയും വിദ്വേഷം വെച്ചുകൊണ്ടാണല്ലോ ഇട്ടിരുന്നതെന്നും പറഞ്ഞിട്ട് ഒരാള് ഇട്ടിരിക്കുകയാണ് അവന്റെ പുസ്തകങ്ങളൊന്നും ഞാൻ വായിക്കാറില്ല എന്ന്. ആളുടെ ഇൻബോക്സ് ചാറ്റ് ഞാൻ കാണിച്ചു തരാം. അയാള് അതിന്റെ അകത്തുള്ള ഓരോ പോർഷൻസും എടുത്തിട്ട് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള, എടാ ഈ പോർഷൻ ഇപ്പൊ എനിക്ക് കരച്ചിൽ വന്നു എന്ന് വരെ പറഞ്ഞ ആളാണ്. അപ്പൊ ആള് ഈ അവാർഡ് കിട്ടിക്കഴിഞ്ഞപ്പോ ആള് ഇട്ടിരിക്കുന്ന കമന്റ് എന്ന് പറഞ്ഞാൽ വായിക്കാറില്ല. ഇങ്ങനെയുള്ള ചവറുകളൊന്നും ഞാൻ വായിക്കാറില്ല എന്നൊക്കെയാണ് കമന്റ് ഇട്ടിരുന്നത്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന അതാണ്, അതായത് നമ്മള് സാധാരണക്കാര് ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്. അത് എല്ലാ ഫീൽഡിലും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഒരു സാധാരണക്കാരൻ പറക്കുന്നതിന് ഒരു ഉയരം ഇവര് നിശ്ചയിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തൊക്കെ ഉയരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവര് കല്ലെറിഞ്ഞ് എങ്ങനെയും താഴെ ഇടാനായിട്ട് നോക്കും. ഇപ്പൊ ഒരുപാട് കല്ലേറുകൾ എനിക്ക് കിട്ടി, പക്ഷെ എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ ഇനിയും താഴെ വീണാലും വീണ്ടും ഞാൻ ഏറ്റവും താഴത്തുനിന്ന് വന്ന ആളാണ്. ഞാൻ ഇനിയും പറക്കാൻ ശ്രമിക്കും. എന്റെ ചിറകുകൾ ഇതുപോലെ തന്നെ പറന്ന് ഞാൻ മേളിലേക്ക് തന്നെ പോവും. പക്ഷെ എത്ര കാലം പോകുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് പറ്റുന്ന അത്രയും കാലം ഞാൻ അത് ട്രൈ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. പിന്നെ എത്ര കല്ലെറിഞ്ഞിട്ടും ഞാൻ പിന്നോട്ട് പോകാനായിട്ട് പോകുന്നില്ലെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.